ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട മീൻ വാഴയിലയിൽ പൊള്ളിച്ചെടുത്തത് തയ്യാറാക്കി നോക്കിയാലോ? എന്നാൽ ശരി, നമുക്കിനി ഈ രുചികരമായ മീൻ വിഭവം തയ്യാറാക്കാനായി തുടങ്ങാം. ഏകദേശം 1.5 കിലോയോളം തൂക്കം വരുന്ന 2 ആവോലി മീനാണ് ഇതിനായി എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ മീൻ നന്നായി കഴുകി വൃത്തിയാക്കി ഒന്ന് വരഞ്ഞെടുക്കാം. ഇനി 1 കുടം വെളുത്തുള്ളിയും മീഡിയം വലുപ്പത്തിലുള്ള 1 കഷ്ണം ഇഞ്ചിയും കൂടി ഒന്ന് പേസ്റ്റാക്കിയെടുത്ത് വയ്ക്കാം. മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാനായി ഒരു പാത്രത്തിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും ചേർത്ത് മസാല നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് ഇതിലേക്ക് 1-2 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് മസാല മിക്സ് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കാം. ഇനി ഈ മിക്സിലേക്ക് വരഞ്ഞു വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുത്ത് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചെടുക്കാം. രണ്ട് മീനിലും നന്നായിട്ട് മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരുപാട് നേരമൊന്നും മീൻ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഒരു ഫ്രൈ പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് മീൻ വെച്ച് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. മീൻ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. മീൻ ഫ്രൈ ചെയ്യുന്നതിന് മുകളിലായിട്ട് ഓരോ തണ്ട് കറിവേപ്പില ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് മീൻ പൊള്ളിക്കുന്നതിനുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു കടായിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്കും 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. പിന്നീട് ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 20 ചെറിയുള്ളിയും 3 സവാളയും നീളത്തിൽ അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ദാ ഇപ്പോൾ മീനിൻ്റെ ഒരു സൈഡൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയെല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് 3 തക്കാളി ചെറുതായി അരിഞ്ഞതും 5 പച്ചമുളക് അരിഞ്ഞതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വഴണ്ട് വന്നാൽ പിന്നെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയൊന്ന് യോജിപ്പിക്കാം. പിന്നെ വേണ്ടത് 2 കഷ്ണം കറുവപ്പട്ട, 5 ഏലയ്ക്ക, 5 ഗ്രാമ്പൂ ഇത്രയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലയിലേക്ക് അരമുറി തേങ്ങ ചിരകി കുറച്ച് വെള്ളം കൂടി ചേർത്ത് അരച്ചെടുത്തൊന്ന് പിഴിഞ്ഞതിൻ്റെ 2ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കുറുകി വരുമ്പോഴേക്കും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഉള്ളി വഴറ്റിയെടുക്കുന്ന സമയത്താണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് വിട്ടുപോയതിനാലാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1ാം പാലും ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് വറ്റിച്ചെടുക്കാം.
ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ മീൻ പൊള്ളിച്ചെടുക്കാൻ ആവശ്യമായ വാഴയിലയൊന്ന് വാട്ടിയെടുക്കണം. ഇല പൊട്ടിപ്പോകാതിരിക്കാനാണ് ഇങ്ങനെയൊന്ന് വാട്ടിയെടുക്കുന്നത്. ഇനി ഇലപ്പൊതി തയ്യാറാക്കിയെടുക്കാം. അതിനാദ്യം വാഴവള്ളി വെച്ച് കൊടുത്ത് വാട്ടിയ ഇല മുകളിൽ വെച്ച് അതിൻ്റെ മുകളിലായി മസാല വെച്ച് കൊടുക്കാം. അടുത്ത ലെയർ മീൻ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ മസാല വെച്ച് നിരത്തി കൊടുക്കാം. മസാല വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായി മീൻ വറുത്തെടുത്ത എണ്ണ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി വെച്ച് കൊടുത്ത് നന്നായിട്ട് ഇലയൊന്ന് പൊതിഞ്ഞെടുക്കാം. രണ്ട് മീൻ പൊതിയും ഇത്തരത്തിലൊന്ന് കെട്ടിയെടുക്കാം. ഇനി ഒരു ഫ്രൈ പാനിലേക്ക് അല്പം എണ്ണയൊന്ന് തടവി കൊടുത്തതിന് ശേഷം മീൻ പൊതികൾ ഓരോന്നായി വെച്ച് കൊടുത്ത് പൊള്ളിച്ചെടുക്കാം. പൊള്ളിച്ചെടുത്ത മീനിനി ചൂടോടുകൂടി സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ രുചികരമായ ഈ ഒരു മീൻ വിഭവം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അതുപോലെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ആ ബെൽ ബട്ടൺ കൂടിയൊന്ന് അമർത്തിയേക്കണേ. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ. താങ്ക്